ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അതിൽ ഇരുവായുത്തലുള്ള ഏതു വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതാണ്. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു, ഞാനിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു, കർത്താവെ ഇന്ന് എല്ലാവർക്കും ഒരു ഹോളിഡേ ഉള്ള ദിവസമാണ്. എത്ര പേര് ഇന്ന് കർത്താവിനെ സ്തുതിക്കാനായിട്ട് വരും? ആ ഒരു ആത്മാർത്ഥത ആമേൻ എത്ര പേര് കാണിക്കുമെന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ വിശ്വസിച്ചു, കർത്താവെ അത്രയും ദൈവത്തെ സ്നേഹിച്ച് ഈ ലോകത്തിൽ ഇത്രയും തിരക്കിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വചനം ആമേൻ ധ്യാനിപ്പാനായിട്ട് വരുമ്പോൾ ഞാൻ അവിടെ ഒരു ശൂന്യത ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെയാണ് ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്നത്. വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവസല്ലായിരിക്കാം. താങ്ക് യു ജീസസ്. Hallelujah. We glorify your name, O Jesus. We lift up your name, O Jesus. We lift up your name, O God. Hallelujah. കർത്താവ് ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്, ഞങ്ങൾ ആരാധിക്കുകയാണ്. താങ്ക് യു ജീസസ്. Hallelujah. 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 Glory to God. Glory to God. Glory to God. എല്ലാ ദൈവമക്കളും കർത്താവിനെ സ്തുതിച്ചാണ്. Hallelujah. Amen. Thank you, Lord Jesus. Worship you, Jesus. Worship you, Lord Jesus. ഭാരം പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും, ഭാരം പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും, മാനമറിയും അരുമനാഥൻ, മാനമറിയും അരുമനാഥൻ അരികിലുണ്ട്, ആളരുകില്ല അരികിലുണ്ട്, ആളരുകില്ല. നീടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. നന്ദിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ശത്രു തന്നുടെ തീയമ്പുകളെ, ശത്രു തന്നുടെ തീയമ്പുകളെ തൊടുത്തിടുന്നു, തകർത്തിടുവാൻ കൊടുത്തിടുന്നു, തകർത്തിടുവാൻ. നീടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ഈശാനമൂലൻ അടിച്ചിടുമ്പോൾ ആശാവിഹീനൻ ഞാനായിടുമ്പോൾ, ഈശാനമൂലൻ അടിച്ചിടുമ്പോൾ ആശാവിഹീനൻ ഞാനായിടുമ്പോൾ, ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന്, ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് ഇമ്പമാം ശബ്ദം പിമ്പിൽ കേട്ടിടും, ഇമ്പമാം ശബ്ദം പിമ്പിൽ കേട്ടിടും. നന്ദിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. നന്ദി കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം കേൾവിക്കായി ഞങ്ങളുടെ കാതുകളെ ഞങ്ങൾ കൂർപ്പിക്കുമ്പോൾ അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഞങ്ങളുടെ മൺകൂടാരത്തിന്റെ മേൽ ദൈവശക്തിയെ പകരണമേ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക സൗഖ്യത്തെ അവിടുന്ന് വ്യാപരിപ്പിക്കണമേ. ദൈവ ശബ്ദത്താൽ ഞങ്ങളെ തൃപ്തരാക്കണമേ. കർത്താവിന്റെ കൃപയെ ഞങ്ങളെ നിറയ്ക്കണമേ. ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. വചനത്തിന്റെ വാതിലുകളെ തുറന്നു തന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവരെ വിട്ടുപിരിഞ്ഞ് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റേന്നാൾ റോദോസിലും അവിടം വിട്ട് പത്തരയിലും എത്തി. ഫൊയ്നിക്കയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞങ്ങൾ അതിൽ കയറി ഓടി. കുപ്രോസ് ദ്വീപ് കണ്ട് അതിന്റെ ഇടത്തുപുറം വിട്ട് സുറിയയിലേക്ക് ഓടി സോരിൽ വന്നിറങ്ങി. കപ്പൽ അവിടെ ചരക്ക് ഇറക്കുവാനുള്ളതായിരുന്നു.
ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. 1-ാമത്തെ വാക്യം പറയുകയാണ്, അവരെ വിട്ടുപിരിഞ്ഞ് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റന്നാൾ റോദോസിലും അവിടം വിട്ട് പത്തരയിലും എത്തി. ശ്രദ്ധിക്കണമേ, ഒരു വിട്ടുപിരിയലിനെ നമുക്ക് കാണാനായി സാധിക്കും. ഒരു അപ്പോസ്തലന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം, ഒന്നും സ്ഥായിയായിട്ടില്ല. ഒരു ടീം ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിന് വേണ്ടി ദൈവം തരും. ഒരു പ്രാർത്ഥന കൂട്ടായ്മയെ ദൈവം ഒരു കാലഘട്ടത്തിന് വേണ്ടി തരും. പക്ഷേ അതിൽ സംതൃപ്തനായി നിൽക്കാതെ, ഒരു അപ്പോസ്തലന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു പാസ്റ്ററിന്റെ കാര്യമല്ല. ഒരു അപ്പോസ്തലൻ ആ സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുവാൻ, ദൈവം എവിടേക്ക് അയക്കുന്നുവോ അവിടേക്ക് പോകുവാൻ സന്നദ്ധനായിരിക്കണം. ഒരുപക്ഷെ നമുക്കൊരു കംഫർട്ട് സോൺ, കുറെ നാൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു കംഫർട്ട് സോൺ അവിടെ രൂപപ്പെട്ടെന്ന് വരാം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നതിനനുസരിച്ച് ചുവടുവെക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ഒരു ദേശത്തു മാത്രമല്ല, അനേക ദേശാന്തരങ്ങളിൽ നമ്മിലൂടെ അത്ഭുതം ചെയ്യുവാൻ കർത്താവ് മതിയായവനാ. ഒത്തിരി സ്ഥലങ്ങളുടെ പേരറിയാം, വായിക്കാൻ പറ്റുന്നു. ഇവിടെ ഒരു പദം നിങ്ങൾ കണ്ടോ? ഒരു ചരക്ക് കപ്പലിലാണ് അഭിഷക്തന്മാർ യാത്ര ചെയ്യുന്നത്. ഇന്നത്തെ പോലെ ലക്ഷൂറിയസ് ആയിട്ടുള്ള യാത്ര, സുഗമമായിട്ടുള്ള യാത്രാ മാർഗങ്ങളും ഒന്നും അന്നില്ല. കപ്പലിൽ യാത്ര ചെയ്യുക എന്ന് വെച്ചാൽ, സ്തോത്രം, ഇവർ ചരക്ക് കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. ദൈവമക്കളെ, അന്നത്തെ കാലത്ത് സുഖ സൗകര്യങ്ങളില്ല, AC ഇല്ല, ഫ്ലൈറ്റ് ഇല്ല. അങ്ങനെ ഒരു സമയത്ത് കർത്താവിന് വേണ്ടി യാത്ര ചെയ്യുവാനായി അഭിഷക്തന്മാർക്ക് ഒരു മടിയുമില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു തുറമുഖത്തു നിന്ന് യാത്ര ചെയ്ത് അടുത്ത തുറമുഖത്തേക്ക് എത്തുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. നോ ഗ്യാരണ്ടി അറ്റ് ദാറ്റ് ടൈം. പക്ഷെ ജീവൻ, എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറഞ്ഞ അഭിഷക്തന് അതൊന്നും ഒരു തടസ്സമല്ലായിരുന്നു. ദൈവമക്കളെ, ദൈവം നമുക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കുന്നവരാണെങ്കിൽ, നമ്മൾ പ്രശ്നത്തെ നോക്കി നിൽക്കുന്നവരായിരിക്കില്ല. നമ്മൾ നോക്കുന്നത് ദൈവിക ദർശനത്തെ ആയിരിക്കും. ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ചലിക്കും. അതിനനുസരിച്ച് നാം ചലിക്കുവാൻ തയ്യാറായാൽ ദൈവപ്രവൃത്തി നമ്മുടെ കൂടെ വെളിപ്പെടും. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ശ്രദ്ധിക്കണമേ, സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി. 7 നാൾ അവിടെ പാർത്തു. അവിടെ ചെന്നപ്പോൾ ശിഷ്യന്മാരെ കണ്ടു. അവരെ കണ്ടെത്തി. ഇന്നത്തെ പോലെ മൊബൈലോ വാട്സപ്പോ ഇപ്പൊ നമുക്ക് എന്ത് ഈസി ആയിട്ട് ഒരാളെ ലൊക്കേറ്റ് ചെയ്യാം. മുംബൈ പട്ടണത്തിൽ നിങ്ങൾ ചർച്ച് കയറ്റി വന്നിറങ്ങി, നിങ്ങൾ എവിടെ നിൽക്കുന്ന അറിയത്തില്ല, പറയും പാസ്റ്ററിന്റെ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യാമോ? ലൊക്കേഷൻ ഷെയർ ചെയ്താൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വരാൻ പറ്റും. ദൈവം തന്ന എല്ലാ നല്ല ടെക്നോളജിക്കായിട്ട് നന്ദി പറയും. പക്ഷെ അന്നത്തെ കാലത്ത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടെ എഴുതിയേക്കുന്നത്, അവർ കണ്ടെത്തി, ശിഷ്യന്മാരെ കണ്ടെത്തി. 7 നാൾ അവിടെ പാർത്തു. 7 ദിവസം അവരോട് താമസിച്ചു. അവർ പൗലോസിനോട് യെരുശലേമിലേക്ക് പോകരുതെന്ന് ആത്മാവിനാൽ പറഞ്ഞു. അവിടെ കാണാൻ വന്ന ശിഷ്യന്മാര് ആത്മാവ് നിറഞ്ഞവരായിരുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു. അവരൊരു ദൂതുമായിട്ടാണ് വന്നത്. അവർ കണ്ടുമുട്ടിയപ്പോൾ അവർ പ്രാർത്ഥിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവർ കണ്ടുമുട്ടിയപ്പോൾ അവർ ആത്മാവിൽ സംസാരിക്കാൻ തുടങ്ങി. യെരുശലേമിലേക്ക് പോകരുത് എന്ന് ആത്മാവിനാൽ അവർ പറഞ്ഞു. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവർ എല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളുടെ കൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ സീനൊന്ന് കണ്ടേ. ഇവർ കപ്പലിൽ തീരത്ത് വന്നിറങ്ങി. ശിഷ്യന്മാരെ കണ്ടെത്തി. അവർ പറഞ്ഞ ദൂത് പൗലോസ് ശ്ലീഹായോട് പറഞ്ഞു, പൗലോസേ, നീ പോകരുത്, യെരുശലേമിൽ നിനക്ക് കഷ്ടങ്ങൾ കാത്തിരിക്കുകയാണ്. ഒറ്റ സെന്റൻസിലാണ് എഴുതിയെങ്കിലും വലിയ ദൂതായിട്ടൊക്കെ ആയിരിക്കും പറഞ്ഞത്. പക്ഷേ കർത്താവിന്റെ അഭിഷക്തൻ അവിടുന്ന് വിട്ടുപോകാൻ തുനിഞ്ഞപ്പോൾ തന്നെ സ്ത്രീകളും കുട്ടികളും ഒക്കെ കൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവർ തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഞങ്ങൾ എന്ന പദമാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് അപ്പോസ്തല പ്രവൃത്തിയുടെ എഴുത്തുകാരനായ ലൂക്കോസും ഈ സംഘത്തിനകത്തുണ്ട്. ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, ദൈവമക്കളെ, നാം ദൈവദാസന്മാരെ സ്നേഹിക്കുന്നവരായി തീരുക. ദൈവദാസന്മാരെ, ദൈവമക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി തീരുക. എപ്പോഴും ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിപ്പാൻ, എല്ലാവരെയും ഒരുപോലെ കരുതുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസന് കൊടുക്കണമേ എന്നൊരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെ കഴിഞ്ഞ അധ്യായത്തിലും നമ്മൾ കണ്ട ഒരു കാര്യമാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ശ്രദ്ധിക്കണമേ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആരൊക്കെയാ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്?
20-ാം അധ്യായം 36-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരോടെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. ഒരു ജനസമൂഹം മുഴുവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും വളരെ കരഞ്ഞു. സെൻഡ് ഓഫിന്റെ സമയത്ത് കപ്പലിൽ കയറാൻ തുടങ്ങിയപ്പോ അവർ പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് യാത്രയാക്കുന്ന രംഗം നമ്മൾ കണ്ടു. അവിടെ ജനമെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. 6-ാമത്തെ വാക്യത്തിൽ 21:6 അവർ ഒരു സ്ഥലത്തെത്തിയിട്ട് അവിടുത്തെ ശിഷ്യന്മാരോടെല്ലാം കണ്ട്, കുഞ്ഞുങ്ങളും നിങ്ങൾ ആ രംഗമൊന്ന് കണ്ടേ, വീട്ടിനകത്ത് ആരും ഇരിക്കാതെ എല്ലാവരും കർത്താവിന്റെ ദാസനെ യാത്രയാക്കുവാനായി കടൽ തീരത്തിലേക്ക് വന്നു. എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്തൊരു സ്നേഹമായിരുന്നു അത്. പണ്ടത്തെ അപ്പച്ചന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്നത്തെ പോലെ പെന്തിക്കോസുകാരില്ല, സ്നാനപ്പെട്ടവരില്ല, അഭിഷേകം പ്രാപിച്ചവർ വളരെ കുറവാണ്. എന്നാൽ ദൂരെ വച്ച് ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. അവർ തമ്മിൽ ഹഗ് ചെയ്യും, അവർ തമ്മിൽ ആലിംഗനം ചെയ്യും. അവർ പറയും മാറാ നാഥ എന്ന് പറയുമ്പോൾ മറ്റേയാൾ പറയും അനാഥമാ, നമ്മുടെ കർത്താവ് വരാറായി. താങ്ക് യു ജീസസ്. ഇന്നത്തെ കാലത്തെ കാര്യം ഞാൻ പറയാൻ പോയാൽ അത് ഒരു നെഗറ്റീവ് പ്രസംഗമായി പോകും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ വിടുകയാണ്. ദൈവമക്കളെ, നമുക്ക് കരഞ്ഞ് കർത്താവിനോട് പറയാം, അപ്പാ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. ഒരു വിശ്വാസിയെ കാണുമ്പോ ആമേൻ, അവർ എങ്ങനെ ഒഴിവാക്കി വിടാം എന്നുള്ളതല്ല, എങ്ങനെ സ്നേഹിക്കാം, എങ്ങനെ കരുതാം എന്ന്. ആമേൻ, സ്തോത്രം. യേശു കർത്താവ് കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയില്ലേ? കർത്താവിന് അറപ്പൊന്നും ഇല്ലായിരുന്നു, കർത്താവിന് വെറുപ്പൊന്നും ഇല്ലായിരുന്നു, കർത്താവിന് അശുദ്ധനാകുമെന്നുള്ള ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. ദൈവമക്കളെ, എന്നോട് കർത്താവച്ചൻ പറയാ, യു ഷുഡ് ടച്ച് പീപ്പിൾ. യുവർ ലൈഫ് ഷുഡ് ബി an impact, ആമേൻ, ഫോർ അതേഴ്സ്. മറ്റുള്ളവരെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ലൈഫായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. നമ്മളെ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജീവിതകാലത്ത് അവർ മറക്കരുത്. എന്ന് വെച്ചാ അവരെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ അതിൻ്റെതായ ഒരു അർത്ഥത്തിൽ സ്വീകരിച്ചാട്ടെ. ഒരാൾ നമ്മളെ കണ്ടാൽ, ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നമ്മളെ മറക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. അനേകായിരങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്, അനേകായിരങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ കർത്താവേ, ഞാൻ ഒറ്റ വാക്കെ പ്രാർത്ഥിച്ചുള്ളെങ്കിലും that should make an impact in the life of people. ജനത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. ഞാൻ മടങ്ങി വരികയാണ്. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭകാലത്തിൽ കർത്താവ് എനിക്കുന്നൊരു വെളിപ്പാടാണ്. മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നതിന് വലിയ ശക്തിയുണ്ട്. മുട്ടുമേ നിന്ന് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? വാതിലുകൾ തുറക്കപ്പെടും. ദാറ്റ്സ് എ സ്പിരിച്വൽ സ്ട്രാറ്റജി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശത്രു വാതിലുകൾ കൊട്ടിയടച്ചിട്ടുണ്ടെങ്കിൽ kneel down and pray. മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ഇച്ചിരി പ്രയാസം ആദ്യമൊക്കെ ഇരിക്കാൻ, പക്ഷേ എത്രത്തോളം നിങ്ങൾ മുട്ടുമേൽ ഇരിക്കുമോ, ചിലർ ചോദിക്കും, പാസ്റ്ററെ നമ്മൾ ഇരുന്നോണ്ട് നിന്നാ പ്രാർത്ഥിച്ചാൽ എന്താ, നിന്നോണ്ട് പ്രാർത്ഥിച്ചാൽ എന്താ? എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാം. ഇരുന്നോ, കിടന്നോ, നിന്നോ, എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ കരങ്ങളെ ഉയർത്തി സ്തുതിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കരങ്ങളെ അടിച്ച് ആരാധിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, മുട്ടുമടക്കി നിൽക്കാൻ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആഗ്രഹത്തിനും ഒക്കെ ചെയ്താലും കർത്താവ് അതിന് കോപിക്കത്തൊന്നുമില്ല. കർത്താവ് പ്രതിഫലം തരും, കർത്താവ് അനുഗ്രഹിക്കും, കർത്താവ് വഴികളെ തുറക്കും. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ അനുസരിച്ചാൽ ഇരട്ടി പ്രതിഫലമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇരട്ടി പ്രതിഫലമാ. ദൈവം നമ്മുടെ കൂടെ ഇരിക്കും, ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കും. വഴി തുറക്കണമെങ്കിൽ എവിടെങ്കിലും ആരെങ്കിലും ആക്ഷേപങ്ങളാൽ നിന്ദകളാൽ അടച്ച വഴി, ഇഷാജിന്റെ സേനകൾ ഇറങ്ങി അടച്ച വഴി തുറക്കണമെന്ന് നിങ്ങൾക്കുണ്ടോ? ദൈവത്തിന്റെ ദൂതന്മാരെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടോ? നീൽ ഡൗൺ, മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. ആമേൻ. താങ്ക് യു ജീസസ്. ആമേൻ. ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധി നാം ചെല്ലുമ്പോൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. ഹൂ ഈസ് അവർ മോഡൽ? ആമേൻ. ആമേൻ. പ്രാണവേദനയിൽ ഗെത്സമന തോട്ടത്തിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. 7-ാമത്തെ വാക്യം, ഞങ്ങൾ സോർ വിട്ട് കപ്പലോട്ടം തികച്ച് തൊലേമായിസിൽ എത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പ്രാർത്തു. സോർ വിട്ട് കപ്പലോട്ടം തികച്ചു എന്നുള്ളത് റോങ് ട്രാൻസ്ലേഷൻ ആണ്. നിങ്ങൾ അവിടെ എഴുതി വെക്കുക, കപ്പലോട്ടം തുടർന്നുകൊണ്ട്. കപ്പലോട്ടം തികച്ചില്ല, പിന്നെയും അവർ യാത്ര ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ്സ് എ ട്രാൻസ്ലേഷൻ അകത്ത് വന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ്.
കപ്പലോട്ടം തുടർന്നു എന്നാണ് ഒറിജിനൽ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഒരു ദിവസം അവരുടെ കൂടെ പാർത്തു. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിലെത്തി. എഴുവരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്നു. നമുക്കറിയാം ആരാണ് ഈ എഴുവർ. മേശമേൽ ശുശ്രൂഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തതിൽ ഒരാളാണ് ഫിലിപ്പോസ്. വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവര് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകൻ യഹൂദ്യയിൽ നിന്ന് വന്നു. ശ്രദ്ധിക്കണമെന്നുമൊക്കെ ദൈവമക്കളെ, 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരാളിന്റെ പേര് ഫിലിപ്പോസ് എന്നാണ്. ഫിലിപ്പോസ്, ഈ ഒരു വ്യക്തിയെ പറ്റി 1-2 കാര്യങ്ങൾ ഞാൻ ആത്മാവിൽ പറയാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുക. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളോടോ ചാർച്ചക്കാരോടോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാം. അല്ല, നിങ്ങൾക്ക് ഫോണിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് ഇത് കേൾക്കാം. പക്ഷേ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. You have to be more careful and concentrated when I pronounce the word of God. ഇത് നിങ്ങളുടെ അകത്തേക്ക് കയറണമെന്നുള്ളൊരു ആത്മാർത്ഥത ഈ ശുശ്രൂഷയിൽ എനിക്കുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരി നിങ്ങളെ ഉപയോഗിക്കണമെന്നും അനുഗ്രഹിക്കണമെന്നും പരിശുദ്ധാത്മാവിന് വലിയൊരു അർജൻസിയും കൊതിയുമുണ്ട്. അതുകൊണ്ട് എപ്പോഴാ പരിശുദ്ധാത്മാവ് തൊടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വലിയൊരു സ്പർശനത്തിനായി നമുക്ക് വളരെ കൊതിയോടെ ദൈവത്തിൽ കാത്തിരിക്കാം. ഒന്ന് ശ്രദ്ധിക്കണമേ, ഫിലിപ്പോസ് എന്ന വ്യക്തിത്വം, ഫിലിപ്പോസ് 7 പേരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാ. ഫിലിപ്പോസ് എന്ന വാക്കിന്റെ അർത്ഥം കുതിരകളെ സ്നേഹിക്കുന്നവൻ അല്ലേ? കുതിരകളെ സ്നേഹിക്കുന്നവൻ. പക്ഷേ ഫിലിപ്പോസിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, താൻ കുതിരകളെ അല്ല സ്നേഹിച്ചത്. ഫിലിപ്പോസ് യേശുവിനെ സ്നേഹിച്ചിട്ട് തൻ്റെ ആയുസ് മുഴുവൻ യേശു കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. മാതാപിതാക്കൾ എന്തു പേര് വിടട്ടെ, മാതാപിതാക്കൾ എന്തും നമ്മളെ വിളിക്കട്ടെ, നമ്മളെ പേരിന്റെ അർത്ഥം എന്തുമായിക്കൊള്ളട്ടെ, ഏത് കുലത്തിൽ ജനിച്ച വ്യക്തിയുമായിക്കൊള്ളട്ടെ, ഏത് കളറുമായിക്കൊള്ളട്ടെ, ഏത് ഭാഷയും സംസാരിക്കുന്നവരായിക്കൊള്ളട്ടെ, പക്ഷേ പേരല്ല, കുടുംബചരിത്രമല്ല, ഇന്നലത്തെ നമ്മുടെ എക്സ്പീരിയൻസ് അല്ല നമ്മളെ നടത്താൻ പോകുന്നത്. ദൈവത്തിന്റെ ഒരു അഭിഷേകം, ദൈവത്തിന്റെ ഒരു സെലക്ഷൻ, ദൈവത്തിന്റെ ഒരു സ്പർശനം നമ്മുടെ മേലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ. ഒരു നല്ല ചെറുപ്പക്കാരൻ, നല്ല ഒരു കൊച്ചിനെ ആമേൻ കയ്യിലിട്ട് കിട്ടിയപ്പോ അമ്മ അവനെ പേര് വിളിച്ചു യബ്ബേസ്. യബ്ബേസ് എന്ന വാക്കിന്റെ അർത്ഥം വ്യസനപുത്രൻ എന്നാണ്, വേദനിപ്പിക്കുന്നവൻ എന്നാണ്, വേദനിപ്പിച്ചുകൊണ്ട് ജനിച്ചവൻ എന്നാണ് അർത്ഥം. ഓരോ പ്രാവശ്യവും അമ്മ കണ്ണി നോക്കി, എടാ വേദനിപ്പിക്കുന്നവനെ, എടാ വേദനിപ്പിക്കുന്നവനെ, എടാ വേദനയുടെ പുത്രനെ എന്ന് വിളിച്ചപ്പോൾ അവൻ തീരുമാനിച്ചു, ഹല്ലേലൂയ, ലോകം എന്റെ പെറ്റതള്ള പോലും എന്നെ വേദനിപ്പിക്കുന്നവരെന്നും കണ്ണുനീരിന്റെ സന്താനമെന്നും വിളിച്ചു. ഞാനൊരു കാര്യം ചെയ്യാൻ പോകാ, ഞാൻ ദൈവസന്നിധിയിലേക്ക് കയറി നിൽക്കാൻ പോകാ. നീ എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണം. ലോകം എനിക്കൊരു പേരിട്ടിട്ടുണ്ട്, പക്ഷെ ആ പേരിൽ ഒതുങ്ങുവാൻ ഞാൻ തയ്യാറല്ല. ഇന്നു രാത്രി ആത്മാവിനൊരു തീരുമാനമെടുത്തേ. കുതിരകളെ സ്നേഹിക്കുന്നവെന്ന പേരുള്ള ഫിലിപ്പോസ് തീരുമാനിച്ചു, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും അത് കവരുകയില്ല. ഇന്നു രാത്രി നമ്മുടെ സ്നേഹം മറ്റുള്ളത്തേക്ക് ചെതറിപ്പോകാൻ പാടില്ല, ലോകത്തിലേക്ക് തിരിയാൻ പാടില്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാകട്ടോ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, കർത്താവേ, ഫിക്സ് ഇറ്റേണിറ്റി ഓൺ മൈ ഐബോൾസ്. എന്റെ കണ്ണുകളിൽ അവിടുന്ന് നിത്യതയെ പതിപ്പിക്കണമേ. അങ്ങേക്കാൾ ഉപരി ഒന്നിനെയും സ്നേഹിക്കുവാൻ എനിക്ക് ഇടവരുത്തരുത് അപ്പാ. അക്കോർഡിംഗ് ടു മീ ഇറ്റ് ഈസ് എ ട്രാജഡി. അങ്ങേക്കാൾ ഉപരി എന്തിനെങ്കിലും സ്നേഹിക്കാൻ ഇടവന്നാൽ അതൊരു ട്രാജഡി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. മേശമേൽ ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട 7 പുരുഷന്മാരിൽ ഒരുവനായിരുന്നു ഫിലിപ്പോസ്. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ റവറന്റ് ഡോക്ടർ ഇന്നാൾ, നോ പ്രോബ്ലം കേട്ടോ, അങ്ങനെയൊക്കെ ഇട്ടോ, ഒരു പ്രശ്നമില്ല, റവറന്റ് ഡോക്ടർ എന്നൊക്കെ ഇട്ടോ. പക്ഷെ എനിക്ക് ഈ ഒരു തലക്കെട്ട് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പേരിന്റെ മുമ്പിൽ കർത്താവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷകനായ ഫിലിപ്പോസ് എന്നാണ്. അതാണ് ഏറ്റവും വലിയ ഓണർ. ലോകം നമ്മളെ എന്ത് വിളിച്ചോട്ടെ, പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ പറ്റി എന്തോ പറയുന്നു. കർത്താവിന്റെ വചനം അഭിഷക്തനെ വിളിച്ച പേര് സുവിശേഷകനായ
ഫിലിപ്പോസ്, ഇവാഞ്ചലിസ്റ്റ്. ദൈവമക്കളെ, ഈ പുരുഷായുസിൽ കർത്താവിന് വേണ്ടി ആമേൻ ഒരു പുരുഷായുസ് സമർപ്പിക്കാൻ പറ്റിയാൽ അതിനപ്പുറത്തൊരു ഭാഗ്യമില്ല കേട്ടോ. ഒരിക്കൽ കൂടെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ആർക്കെങ്കിലും കർത്താവിൻ്റെ വിളി ഉണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ പാഴാക്കരുത്, നിങ്ങളുടെ ആയുസ്സിനെ നിങ്ങൾ പാഴാക്കരുത്. ഇതാണ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ചാടി ഇറങ്ങാനുള്ള സമയം. കർത്താവ് നമ്മളെ പഠിപ്പിച്ചില്ലേ, വീട് ലോക്ക് ചെയ്തിട്ടേക്കുവാണെങ്കിലും, കടയൊന്നും തുറന്നില്ലെങ്കിലും, വാഹനം ഒന്നും ഓടിയില്ലെങ്കിലും പട്ടിണിക്കിടാതെ പോറ്റാൻ കഴിവുണ്ടെന്ന് കർത്താവ് പഠിപ്പിച്ചില്ലേ? ഏലിയാവിന്റെ കാക്ക മരിച്ചു പോയിട്ടും ഏലിയാവിന്റെ ദൈവം ജീവിച്ചിരിപ്പുണ്ടെന്ന് സ്വർഗം നമ്മളെ പഠിപ്പിച്ചില്ലേ? യേശുവിന്റെ നാമത്തിൽ. പിന്നെ എന്തിനാ നമ്മൾ ഭാരപ്പെട്ട് നിൽക്കുന്നത്? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ളവര്, ബീഹാറിൽ പോകേണ്ടവര്, ജമ്മു കാശ്മീരിലേക്ക് പോകേണ്ടവര്, ആമേൻ ഒറീസയിൽ ചർച്ച തുടങ്ങേണ്ട പാസ്റ്റർമാരൊക്കെ യേശുവിന്റെ നാമത്തിൽ ഈ പ്രെയർ ലൈനിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഒരു സൈന്യമായിട്ട് പുറത്തു വരട്ടെ. ഒരു വലിയ ഉണർവ് പൊട്ടിപ്പൊടപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ബില്ലി ഗ്രഹാമിന്റെ അടുത്തേക്ക് പത്രലേഖരെല്ലാം വന്നിട്ട് ചോദിച്ചു, ബില്ലി ഗ്രഹാമേ, ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആകുവാൻ ഒരു ക്ഷണം കിട്ടിയാൽ താങ്കൾ സ്വീകരിക്കുമോ? അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നു. ബില്ലി ഗ്രഹാമിന്റെ ഫെയിം, ബില്ലി ഗ്രഹാമിന്റെ പ്രശസ്തി അതിലേക്ക് തന്നെ നടത്തിയപ്പോൾ ബില്ലി ഗ്രഹാം പത്രമാധ്യമങ്ങളുടെ കണ്ണി നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാനിരിക്കുന്ന പോസ്റ്റിൽ നിന്ന്, സുവിശേഷകൻ എന്ന പദവിയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും താഴോട്ടിറങ്ങാൻ ഞാൻ ഒരുക്കമുള്ളവനല്ല. ദാറ്റ് മീൻസ് അമേരിക്കയുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നതിനേക്കാൾ വലിയ പദവിയിലാ കർത്താവിനെ ഇരുത്തിയിരിക്കുന്നത്. സുവിശേഷം പറയുന്നവരുടെ കാലുകൾ എത്ര മനോഹരം. ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് താങ്ങുവാൻ നിങ്ങൾക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന നാവുകൾ ആത്മതീയാൽ നിറയപ്പെടട്ടെ. അവർ പറയുന്ന വാക്കുകൾക്കകത്ത് ആത്മശക്തി വ്യാപരിക്കട്ടെ. അവർ പറയുന്ന പ്രവചനത്തിൽ അവർ ഷാർപ്പ് ഷൂട്ടർമാരായി തീരട്ടെ. ഓ റബ ശാന്തന. ലോകത്തിന്റെ ശക്തികൾ അവർക്ക് മുമ്പിൽ വിറയ്ക്കട്ടെ. പൈശാചിക മേഖലകൾ അവർ ശുശ്രൂഷയിൽ വിട്ടുമാറട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനാ പായിലിരുന്ന് റിബല്യസായ ചിലതിനെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്ന അത്ഭുതത്തിന്റെ തലമുറയായി ഈ തലമുറ തീരട്ടെ. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, അന്നത്തെ ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത സാധുക്കളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു സഭയായിരുന്നു. ഒന്നാം നൂറ്റാണ്ടിലെ സഭ അവർ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു, അവർ പങ്കിടുന്ന സഭയായിരുന്നു, അവർ ആരാധിക്കുന്ന സഭയായിരുന്നു, അവർ ദൈവരാജ്യം പ്രസംഗിക്കുന്ന സഭയായിരുന്നു, അവർ ഒത്തൊരുമയുള്ള സഭയായിരുന്നു. പ്രശ്നങ്ങളെ അവർ ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥനയിൽ നേരിടുന്നവരായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, ആ സഭയ്ക്കകത്തൊരു പ്രശ്നമുണ്ടായി. ആദിമസഭയിൽ 2 വിഭാഗക്കാരുണ്ടായിരുന്നു. ആദിമസഭയിൽ സ്തോത്രം, അവർക്ക് ഒരു സോഷ്യലിസ്റ്റ് സമ്പ്രദായം അനുസരിച്ച് എല്ലാം ഒരുമിച്ച് പങ്കിടുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 45-ാമത്തെ വാക്യം ദൈവദാസന്മാരെ ഇൻസിസ്റ്റ് ചെയ്ത ഒരു കാര്യമല്ല. ഉണർവുണ്ടായപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാ. എല്ലാവരുടെയും സ്വത്തുക്കൾ വിറ്റിട്ട് ഉള്ളതെല്ലാം എല്ലാവരുടേതായിട്ട് എണ്ണി അവർ. സ്തോത്രം. അങ്ങനത്തെ ഒരു രീതി. അങ്ങനെ ഭക്ഷണം പങ്കിടുന്ന കാര്യത്തിൽ എബ്രായ ഭാഷ സംസാരിക്കുന്നവരും യവന ഭാഷ സംസാരിക്കുന്നവരെ അവഗണിച്ചു എന്ന പരാതി ഉയർന്നു വന്നു. ഒരു പരാതി വന്നപ്പോഴത്തേന് അത് ശുശ്രൂഷയ്ക്ക് ഭംഗം വരുമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് കോട്ടം വരുമെന്നും കണ്ടിട്ട് 7 പേരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 6-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിച്ചതാ. ഇങ്ങനെ 7 പേരെ മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ സ്തേഫാനോസിനെ പറ്റി നമ്മൾ ചില ദിവസങ്ങൾ ആത്മാവിൽ ധ്യാനിച്ച് നാം സന്തോഷിച്ചതാണ്. അതിലൊരാളാണ് ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഈ അത്ഭുതകരമായ മനുഷ്യൻ. 7 പേരെ തിരഞ്ഞെടുത്തത് എന്തിനാ? മേശയിൽ ശുശ്രൂഷിക്കാനാ. ഇപ്പോൾ അവരുടെ ശുശ്രൂഷ എന്തുവാ? ജനത്തിന് വചനം കോരിക്കൊടുക്കുക, ജനത്തിന് വചനം വിളമ്പിക്കൊടുക്കുക. പ്രവചനാത്മാവിൽ ഞാൻ ഇതിനകത്ത് വന്ന 30 കുടുംബങ്ങളോട് ആത്മാവിൽ ദൂത് പറയുക. വലിയൊരു സദ്യക്ക് വിളമ്പിക്കൊടുക്കുന്നത് പോലെ, ജനങ്ങൾ തൃപ്തരായിട്ട് കടന്നു പോകുന്നത് പോലെ. യേശു കർത്താവിന്റെ അടുത്ത് വന്ന് ഇരുന്നിട്ട് ആൾക്കാർക്ക് സമയം പോകുന്ന അറിയത്തില്ലായിരുന്നു. 3 ദിവസമൊക്കെ ഇരുന്നിട്ട് അവർക്ക്
ടൈം പോകുന്ന അറിയത്തില്ലായിരുന്നു. അതുപോലത്തെ ഒരു ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ നിങ്ങളിലൂടെ വെളിപ്പെടാൻ പോവാ ദൈവമക്കളെ. നിങ്ങൾ അസാധാരണക്കാരാകട്ടോ. നിങ്ങൾ സാധാരണക്കാരായ വിശ്വാസികളല്ല. ഏതെങ്കിലും ഒരു ചർച്ചിന്റെ ഒരു കസേരയിൽ ഒതുങ്ങാനുള്ളവരല്ല. നിങ്ങൾ ജനക്കൂട്ടത്തിൽ ഒരുവനായി നടക്കേണ്ടവരല്ല. യേശുവിന്റെ നാമത്തിൽ രാജ്യങ്ങളെ കീഴടക്കട്ടെ, രാജ്യങ്ങളെ കീഴടക്കട്ടെ. താങ്ക് യു. ഓരോ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ദൈവിക ദൂതുകൾക്കായി, ദൈവശക്തിക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു പ്രായോഗിക ക്രിസ്തീയ ജീവിതം നയിച്ചു കൊണ്ട് പോകേണ്ട മനുഷ്യൻ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പക്ഷേ ഞാൻ അവിടെ കാണുന്നത് അല്പത്തിൽ വിശ്വസ്തനായവരെ ദൈവം അധികത്തിൽ വിചാരകനാക്കി. ഒരു സൺഡേ സ്കൂൾ ടീച്ചറായിട്ടാണോ ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ, ഗോഡ് വിൽ യൂസ് യു. ഒരു യൗവനക്കാരുടെ ഇടയിൽ ഒരു ചെറിയ ഒരു ഉത്തരവാദിത്തമാണോ ദൈവം നിങ്ങൾക്ക് തന്നേക്കുന്നത്? ഗോഡ് വിൽ യൂസ് യു ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ. അല്ല ഒരു ട്രാക്ട് ഒരാൾക്ക് കൊടുക്കാനുള്ള ഒറ്റ ഇതാണോ ദൈവം നിങ്ങൾക്ക് തന്നേക്കുന്നത്? ഗോഡ് വിൽ യൂസ് യു. ആമേൻ. നമുക്ക് വലിയ ഒത്തിരി വലിയ ദൈവദാസന്മാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഓൾ ഓൺ എ സഡൻ സ്റ്റേജിലേക്ക് വന്നവരാണെന്ന്. ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഞാൻ കാനഡയിൽ ടൊറന്റോയിലായിരിക്കുമ്പോൾ അതിനടുത്തൊരു ഇംഗ്ലീഷ് ചർച്ചിലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെന്നി ഹിൻ ശുശ്രൂഷിക്കുന്നുണ്ടെന്ന് കേട്ടു. അവിടെ ടിക്കറ്റ് ഉണ്ടെങ്കിലേ കയറത്തുള്ളൂ. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ പോയി ഇരിക്കാൻ കൃപ തന്നു. അവിടെ എന്നെ കൊണ്ടുപോയത് ഒരു അച്ചായനും അമ്മാമ്മയും കൂടെ കൊണ്ടുപോയത്. ഞാൻ അവിടെ പോയി ഇരുന്നപ്പോൾ എനിക്കൊരു അദ്ദേഹം ഈ കർത്താവിൻ്റെ ദാസൻ അഭിഷക്തൻ ബെന്നി ഹിൻ പാസ്റ്റർ തൻ്റെ പൂർവ്വകാലങ്ങൾ, കഴിഞ്ഞ കാലങ്ങളെ പറ്റി പറയുക. അദ്ദേഹം ആ സ്ഥലത്തുകാരനാണ്. ടൊറന്റോയിലാണ് അദ്ദേഹം വളർത്തപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ യൗവനകാലത്തിൽ ശുശ്രൂഷ ചെയ്തത് ടൊറന്റോ പട്ടണത്തിലാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ കാൽപാദങ്ങൾ പതിയാത്ത ഒറ്റ വീട് പോലും ഇവിടെ ഇല്ല. അന്ന് അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ക്യാച്ച് ദ ഫയർ എന്ന് പറഞ്ഞ ചേർച്ചിൻ്റെ പാസ്റ്ററും ഈ കർത്താവിൻ്റെ അഭിഷക്തൻ ബെന്നി ഹിൻ പാസ്റ്ററും കൂടെ ട്രാക്റ്റുമായിട്ട് വീട് വീടാന്തരം കയറിയിറങ്ങി കൊടുക്കുന്ന വ്യക്തികളായിരുന്നുവെന്ന് അദ്ദേഹം അവിടെ സാക്ഷീകരിച്ചപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നനഞ്ഞു. പലപ്പോഴും നമ്മൾ ദൈവാസന്മാരെ കാണുമ്പോൾ അവർ ഫ്ലൈറ്റിൽ പോകുന്നു, അവര് വളരെ പോഷായിട്ട് ജീവിക്കുന്നു. പക്ഷേ അവർ കർത്താവിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ എന്തു വില കൊടുത്തു നമുക്കതറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സോ ദൈവമക്കളെ, കർത്താവിന് വേണ്ടി നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ നമ്മളൊന്ന് പുറത്തെടുക്കുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ബാക്കി പൂരിപ്പിച്ചോളും, ബാക്കി കർത്താവ് ചെയ്തോളും. ജസ്റ്റ് ഓപ്പൺ യുവർ മൗത്ത്. നിങ്ങളുടെ വായ ഒന്ന് തുറന്നാൽ മതി. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം, ഞാനതിനെ നിറയ്ക്കാം. ഒരു ഭയങ്കര വാഗ്ദത്തം പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുകയാ. നിങ്ങൾ പറയേണ്ടത് കൃത്യസമയത്ത് കർത്താവ് നിങ്ങളുടെ നാവിൽ തരും. റൈറ്റ് വേർഡ് ഇൻ ദ റൈറ്റ് ടൈം. റൈറ്റ് വേർഡ് ഇൻ ദ റൈറ്റ് ടൈം. പറയേണ്ട ദൈവവചനം, പറയേണ്ടപ്പം കർത്താവ് നമ്മുടെ നാവിന്മേൽ തരും. വചനം പറയുന്നവരോട് ചോദിച്ചു നോക്കിയാൽ മതി. അവർ പഠിച്ചു വെച്ച മെസ്സേജുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം. പക്ഷെ പരിശുദ്ധാത്മാവിൽ നിയുക്തനായി പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുന്നവരുടെ ശുശ്രൂഷകൾക്ക് വ്യത്യാസമുണ്ട്. ഈ ഫിലിപ്പോസ് ശമരിയയിലെ ഒരു മിഷണറിയായി മാറി. പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശക്തി ലഭിച്ചിട്ട് ശമരിയയിലും പിന്നീട് ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷികളാകുമെന്നാണ് കർത്താവിൻ്റെ പ്രസ്താവന. കർത്താവ് അങ്ങനെയാ പ്രസ്താവിച്ചത്. അങ്ങനെ ഫിലിപ്പോസ് ശമരിയയിൽ സുവിശേഷമായി ആദ്യത്തെ മിഷണറിയായി. സോ ഹൂ ഈസ് ദ ഫസ്റ്റ് മിഷണറി ഇൻ ശമരിയ? ഫിലിപ്പോസ്. താനൊരു പ്രസംഗകൻ മാത്രമായിരുന്നില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ പ്രവർത്തിക്കുകയും അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും പക്ഷപാതക്കാരെയും മുടന്തന്മാരെയും സൗഖ്യമാക്കുകയും രോഗശാന്തിയൊക്കെ വരുത്തുകയൊക്കെ ചെയ്തു. കർത്താവിൻ്റെ കൽപ്പനയെ ശിരസാ വഹിച്ച് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയാം, ചിലർക്ക് അത്ഭുതങ്ങൾ കുറച്ചിലായിരിക്കും, അടയാളങ്ങൾ കുറച്ചിലായിരിക്കും, അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നത് കുറച്ചിലായിരിക്കും, രോഗശാന്തി കുറച്ചിലായിരിക്കും. പക്ഷെ പെന്തിക്കോസിനെ ആളിക്കത്തിച്ചത് ഈ ഘടകങ്ങളാണെന്ന് മറന്നുപോകരുത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് തിരിച്ചു മേടിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ വേണം, അടയാളങ്ങൾ വേണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ പുറത്തു പോകണം, രോഗങ്ങൾ സൗഖ്യമാകണം, മുടന്തന്മാർ എഴുന്നേറ്റ് നടക്കണം. ഹല്ലേലൂയ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. ആമേൻ. താങ്ക് യു ജീസസ്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. ഫിലിപ്പോസിന്റെ അനുസരണമാണ് രണ്ടാമത്. ഒന്ന് ശമരിയയിലെ മിഷണറി ആയിരുന്നു ഫിലിപ്പോസ്. ഹല്ലേലൂയ.
താങ്ക് യു ജീസസ്. ആമേൻ, ആമേൻ. ഫിലിപ്പോസിന്റെ അനുസരണമാണ് ശമര്യയിലെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ട് സുവിശേഷം ഭയങ്കരമായിട്ട് സ്പ്രെഡായിട്ട് നിൽക്കുക, ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതാ. എങ്കിലും പരിശുദ്ധാത്മാവ് എന്നോട് ഒരിക്കൽ കൂടെ അത് പറയുന്നുണ്ട്, ഞാനത് പറയുക. യെരൂശലേമിലെ തെക്ക് ഭാഗത്ത് നിർജ്ജനമായുള്ള ഗസയ്ക്ക് നിർജ്ജന പ്രദേശത്തേക്ക് പോകാനായിട്ട് ദൈവത്തിന്റെ ദൂതൻ ഫിലിപ്പോസിന് നിർദ്ദേശം നൽകി. സാധാരണയായിട്ട് അനുസരിക്കാൻ ഇഷ്ടമില്ലാത്തൊരു നിർദ്ദേശമാണ് ദൂതൻ കൊടുക്കുന്നത്. പക്ഷേ ചോദ്യം ചെയ്യാതെ കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ നിയോഗത്തെ അനുസരിച്ചു, ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിച്ചു. അപ്പോസ്റ്റൽസ് ഇൻ ദിസ് പ്രയർ ലൈൻ. ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ ഒരു ഹൃദയമുണ്ടോ? ദൈവം നിങ്ങളെ ഉപയോഗിക്കും. എന്തിനാ കർത്താവേ എന്ന് ചോദിച്ചുകൊണ്ട് നിന്നാൽ, എങ്ങനെ നടക്കും എന്ന് ചോദിച്ചുകൊണ്ട് നിന്നാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ. താങ്ക് യു ജീസസ്. ആമേൻ. കർത്താവിന്റെ അഭിഷക്തൻ ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിച്ചതിന്റെ അനന്തരഫലം അത്ഭുതാവഹമായിരുന്നു. എത്യോപ്യയിലെ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആമേൻ യെരൂശലേമിലെ ഉത്സവത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുവാൻ ദൈവം കർത്താവിന്റെ ദാസന്റെ കരങ്ങളെ ബലപ്പെടുത്തി. ആമേൻ. നിങ്ങളെ ദൈവം ഒരു പട്ടണത്തിലേക്ക് അയക്കാൻ, ഒരു സംസ്ഥാനത്തേക്ക് അയക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാതെ പൊക്കോണം. അവിടെ ആരെന്നെ പരിപാലിക്കും, എനിക്ക് വീട് തരും, ആരെന്നെ കിടത്തിയുറക്കും, അതൊന്നും ചിന്തിക്കരുത്. ഗോ അഹെഡ്. അവിടുത്തെ മന്ത്രിമാരെ സ്നാനപ്പെടുത്താനായിരിക്കും ദൈവത്തിന് നിങ്ങളെ പറ്റിയുള്ള നിയോഗം. അവിടുത്തെ പ്രധാനമന്ത്രിയെ സ്നാനപ്പെടുത്താനായിരിക്കും ദൈവത്തിന് നിങ്ങളുടെ മേലുള്ള നിയോഗം. കുറച്ചു കാണരുത്. ദൈവത്തെ അനുസരിക്കുക. ഇഫ് യു ഒബേ ഗാഡ്, ദൈവത്തെ അനുസരിച്ചാൽ ദൈവം നമ്മുടെ കരങ്ങളെ ഉപയോഗിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ, കർത്താവിന്റെ ദാസൻ ആ ഒരു നിയോഗത്തിന്റെ മുമ്പിൽ പോകാതിരുന്നെങ്കിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നഷ്ടമായനെ. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്നറിയാമോ? ചരിത്രം പഠിച്ചപ്പോ എനിക്കൊരു ബോധ്യത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. ഈ ഷണ്ണനെ പിൽക്കാലത്ത് ആ രാജ്യത്തൊരു സഭ ആരംഭിക്കുവാൻ ദൈവം ഉപയോഗിച്ചെന്നാ ചരിത്രം പറയുന്നത്. നമുക്കറിയില്ല. നമ്മൾ വിശ്വാസത്തിലേക്ക് നടത്തുന്നവർ, അവരൊരു മന്ത്രി ആയിക്കോട്ടെ, അവർ MLA ആയിക്കൊള്ളട്ടെ, അവർ കൊച്ചു കുഞ്ഞായിക്കൊള്ളട്ടെ, അവർ പിന്നത്തേതിൽ കർത്താവ് അവരെ എങ്ങനെ ഉപയോഗിക്കും നമുക്കറിയില്ല. സോ ഗോ അഹെഡ്, ഒബേ ദ ലോർഡ്, ബി ഫെയ്ത്ത്ഫുൾ. സ്തോത്രം. ഹല്ലേലൂയ. ഈ മക്കളെ, യെരൂശലേമിൽ നിന്ന് ഒരു പ്രവചന പുസ്തകത്തിന്റെ ചുരുള് വാങ്ങി തേരിലിരുന്ന് വായിക്കുമായിരുന്നു ആ ഉദ്യോഗസ്ഥൻ. ഈ സന്ദർഭത്തിലാണ് ഫിലിപ്പോസ് അവിടെ ചെന്നെത്തുന്നത്. ശ്രദ്ധിക്കണ ദൈവമക്കളെ, ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഭാഗം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഓടിപ്പോവാ. കാരണം സമയം എൻ്റെ മുന്നിൽ അധികമില്ല. ശ്രദ്ധിക്കണ ദൈവമക്കളെ, വളരെ ശ്രദ്ധിക്കണം. ഫിലിപ്പോസ് ദൈവത്തെ അനുസരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് ഒരു രഥത്തിന്റെ ചക്രം ഉരുണ്ടു വരിക തനിക്കെതിരെ. ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ. പാസ്റ്റർ ബില്ലി ഗ്രഹാമിന്റെ വാക്കുകൾ തന്നെ എടുത്തു പറയാം. അനുസരിച്ച അബ്രഹാം ആരാധനയുടെ മല ഒരു സൈഡിലൂടെ കയറുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു ദൈവിക കരുതലിനെ, ഒരു ആട്ടിൻകുട്ടിയെ കർത്താവ് തള്ളിക്കയറ്റുമായിരുന്നു. ഐ ലവ് ദാറ്റ് വേർഡ്. ആ വചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, അനുസരണത്തിന്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ആ മലയുടെ അപ്പുറത്തെ വശത്തൂടെ ഒരു ദൈവിക കരുതലിന്റെ കരം വെളിപ്പെടും. സംശയമില്ലാത്ത കാര്യമാണ്. ദൈവം നമ്മളെ സാരഫാത്തിലേക്ക് അയച്ചെങ്കിൽ ലക്ഷ്യം തെറ്റാതെ കാക്ക അവിടെ എത്തും. ദൈവം നമ്മളെ കെരീത്തിലേക്ക് അയച്ചെങ്കിൽ ലക്ഷ്യം തെറ്റാതെ കാക്ക അവിടെ എത്തും. ദൈവം സാരാഫാത്തിലേക്ക് നമ്മളെ അയച്ചെങ്കിൽ അവിടെയും ദൈവ കരുതൽ നമുക്ക് വേണ്ടി വെളിപ്പെടും. അല്ല, ചൂരച്ചന്റെ തണലിലാണോ കിടക്കുന്നത്, അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സ്തോത്രം. ടൈമിങ്, ഗാഡ്സ് ടൈമിങ്, ദൈവത്തിന്റെ ഫേവറിന്റെ ടൈമിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ കർത്താവിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലയിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്നുകൊണ്ട് വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഷണ്ണനോട് ചോദിക്കുന്നു. താൻ പറയാം, എനിക്ക് വായിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല.
ആരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നാൽ, വ്യാഖ്യാനിച്ച് തന്നാലല്ല പറ്റത്തുള്ളൂ എന്ന് അമേൻ ഫിലിപ്പോസിനോട് ഇങ്ങനെ പറയുമ്പോൾ ഫിലിപ്പോസ് ആ വചനം തനിക്ക് വിശദീകരിച്ചു കൊടുത്തു. അമേൻ. യേശു കർത്താവിനെ പറ്റി അമേൻ അല്ല താൻ വായിച്ചുകൊണ്ടിരുന്നത്, യെശയ്യാ പ്രവചനത്തിലാണ് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഷണ്ണൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഷണ്ണൻ വായിക്കുന്നത് എന്താണെന്ന് ഫിലിപ്പോസ് ശ്രദ്ധിച്ചു. ഒരാളോട് നമുക്ക് സുവിശേഷം പറയണമെങ്കിൽ അവന്റെ മനസ്സിനകത്ത് എന്തോ ഇരിക്കുന്നതെന്ന്, അവൻ എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. അവന്റെ തിയോളജി എന്താന്ന് മനസ്സിലാക്കണം. അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുവാന്ന് മനസ്സിലാക്കണം. ഈ ലോകത്തെ നമുക്കറിയണം. എങ്കിൽ മാത്രമേ ഈ ലോകക്കാരോട് കർത്താവിനെ നമുക്ക് പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. താങ്ക് യു ജീസസ്. ആമേൻ. നമ്മൾ ആ ഭാഗം പഠിക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസൻ പൗലോസ് പറഞ്ഞിട്ട്, ഞാൻ യഹൂദരെ നേടേണ്ടതിന് യഹൂദനായി. ആമേൻ. ആമേൻ. സെന്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസൻ വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ മിഷണറി ആയിട്ട് വന്നു. അദ്ദേഹം എന്താ ചെയ്തെന്നറിയാമോ? ഗോവൻ കടൽ തീരങ്ങളിൽ ആമേൻ അദ്ദേഹം കുടില് കെട്ടി അവിടുത്തെ പാവങ്ങളുടെ കൂടെ താമസിച്ചു. അവരുടെ വസ്ത്രം ധരിച്ചു, അവരുടെ ആഹാരം കഴിച്ചു, അവരുടെ മണം, അവരുടെ കൾച്ചർ. നിങ്ങൾക്കറിയാമോ ദൈവമക്കളെ, ഞാൻ കശ്മീരിൽ ചില ദൈവദാസന്മാരെ, വിദേശ മിഷണറിമാരെ എനിക്കറിയാം. നിങ്ങൾ തിരിച്ചറിയത്തില്ല. ഗുജ്ജറുകൾ എന്ന് പറഞ്ഞ സമൂഹമുണ്ട്. ഗുജ്ജറുകൾ ആട്ടിടയന്മാരാ. ഇവിടെ ഇസ്രായേലിലെ ആട്ടിടയന്മാരുടെ കൂട്ട്. ഇവർ വിദേശ മിഷണറിമാരെന്ന് നമ്മൾ തിരിച്ചറിയത്തില്ല. ആ ആട്ടിടയന്മാരുടെ മണം, അവരുടെ ഡ്രസ്സ്, അതിൽ ചിലരെ എനിക്കറിയാം. അവർ ഇന്നും ആമേൻ ഭാരതത്തിലുണ്ട്. അവർ മടങ്ങിപ്പോകത്തില്ല. അവർ കർത്താവിന് വേണ്ടി ഞങ്ങൾ ഭാരതത്തിൽ വന്നെങ്കിൽ കർത്താവിന് വേണ്ടി ഇവിടെ മരിച്ചു മണ്ണടയും. ഹല്ലേലൂയ. ഇവിടെ ആ ഒരു പ്രത്യേക ഗോത്രക്കാരെ, ആ പ്രത്യേക ഗുജ്ജറുകൾ എന്ന സമൂഹത്തെ നേടാൻ വേണ്ടി ആമേൻ ദൈവം ദർശനം കൊടുത്തു കൊണ്ടുവന്നവരാണ്. അവരിൽ ഒരാളായി തീർന്നു. ദൈവമക്കളെ, ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ അവരെ പോലെ പാപം ചെയ്യണമെന്നല്ല ഞാൻ ഈ പറയുന്നു. നമ്മൾ അവരിൽ ഒരാളായി തീരുക എന്ന് പറഞ്ഞാൽ തേരിനോട് ചേർന്ന് നടന്നു നമ്മൾ അവരായിരിക്കുന്ന നിലവാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഒരു അത്ഭുതം നടക്കത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പൗലോസ് ലീഗ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂത്തിക്കോസ് ഉരുണ്ടു വീണ് മരിച്ചു. കർത്താവിന്റെ ദാസൻ താഴെ ഇറങ്ങിച്ചെന്ന് അവനെ സൗഖ്യമാക്കി. You have to step down. ഞാൻ എന്തോ ഭയങ്കര പുണ്യാളനാ, ഞാൻ ഭയങ്കര വിശുദ്ധനാ, ഞാൻ മാത്രമേ ഈ ലോകത്ത് വിശുദ്ധനുള്ളെന്ന് പറഞ്ഞ് ഒരു എക്സ്ക്ലൂസീവ് മെന്റാലിറ്റിയിൽ ജീവിച്ചാൽ നമുക്ക് ഒരാളെ പോലും കർത്താവിന് വേണ്ടി നേടാൻ പറ്റത്തില്ല. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പോലെ ഹാവ് ടു ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നൊരു അഭിഷക്തനുമായി സംസാരിച്ചപ്പോൾ നമ്മുടെ മുംബൈ പട്ടണത്തിൽ റെഡ് ലൈറ്റ് ഏരിയയിൽ നടക്കുന്ന സുവിശേഷ പ്രവർത്തനത്തെ പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാനിരുന്ന് കരഞ്ഞു. സത്യത്തില്ല. താങ്ക് യു ജീസസ്. ദൈവം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു നിയോഗം തന്നു. അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്നു. വേറെ ആരുമില്ല, നമ്മുടെ ജേക്കബ് സാറാണ് എന്നോട് സംസാരിച്ചത്. ജേക്കബ് സാറിന്റെ മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം പറഞ്ഞു വന്നപ്പോൾ ഞാനത് ആ പരിശുദ്ധാത്മാവിന്റെ നാവിൽ തന്നുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. ആ കമാത്തിപ്പുരയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പുനരധിവസിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ അവർ ചെയ്യുന്നുണ്ട്. പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല അവർ, അതുകൊണ്ട് ആരോടും പറയാത്ത. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത്. പ്രാർത്ഥിക്കണം ദൈവമക്കളെ. നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ആമേൻ. സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ ആമേൻ സഹകരണങ്ങളും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിനെന്നറിയാമോ? അവിടുന്ന് ഒരു കൂട്ടം ആമേൻ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി എഴുന്നേക്കണം. യേശുവിന്റെ നാമത്തിൽ ആ കമാത്തിപ്പുരയ്ക്കകത്ത് റിവൈവൽ നടക്കണം. യെസ്, അറയ്ക്കുന്ന പേരാണ് ഈ പറഞ്ഞത്. എനിക്കറിയാം, ലോകം മൊത്തം ആമേൻ അയ്യേ എന്ന് പറയുന്ന പേരാ പറഞ്ഞത്. പക്ഷെ അവർക്കും ആത്മാവുണ്ട് കേട്ടോ. അവർക്കും ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. തേരിനോട് ചേർന്ന് നടന്നതുപോലെ നമുക്കൊന്ന് ചേർന്ന് നടക്കാം കേട്ടോ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മൾ പരീശന്മാരായി തീരരുത് കേട്ടോ. നമുക്ക് ആത്മാക്കളെ നേടുവാൻ എത്രത്തോളം കുനിയണമോ, എത്രത്തോളം താഴെ ഇറങ്ങണമോ അത്രത്തോളം നമുക്ക് താഴെ ഇറങ്ങാം. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. അതിനുള്ള മനസ്സ് ദൈവം നമുക്ക് തരട്ടെ. അതിനുള്ള ഹൃദയം നമുക്ക് ദൈവം തരട്ടെ.
താങ്ക് യു ജീസസ്. എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യം. നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, ഒരു വലിയ റിവൈവൽ നടക്കണം. നമ്മുടെ ചർച്ചുമായിട്ട് വലിയ ദൂരമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുമായിരുന്നു. ഹല്ലേലൂയ. GPS തെറ്റിച്ച് എന്നെയും ഞങ്ങൾ കുടുംബമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ആ വഴി കൊണ്ടുപോയി ഷാൻഡി ആൻറ്റി അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോവായിരുന്നു. അവിടുത്തെ ഹോസ്പിറ്റലിൽ, നമ്മുടെ ചർച്ചിലെ ഷാൻഡി സിസ്റ്ററിൻ്റെ അടുത്ത് GPS തെറ്റിച്ച് കളഞ്ഞു. പക്ഷേ അങ്ങനെ തെറ്റിച്ച് വിട്ടത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഞങ്ങൾ ആ കമാട്ടിപ്പുരയ്ക്കകത്തൂടെയാണ് യാത്ര ചെയ്തത്. God gave me a burden to pray for them. എനിക്കറിയാം അതിനകത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവാസന്മാരുണ്ട്, അതിനകത്ത് പ്രവർത്തിക്കുന്ന സഭകളുണ്ട്. താങ്ക് യു ജീസസ്. ഷാകാല സാന്തരബാരഗസിയാന റീമ സാന്തേരി കേമിയ ശ്യാന്തോരു ലാറ്റസേക്കി മഹസേരി. ഹല്ലേലൂയ. എല്ലാ ചേരികൾക്കകത്തും ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. കർത്താവിന്റെ ദാസൻ എന്തോ ചെയ്ത്, നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. സ്തോത്രം. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. സ്തോത്രം. അവരുടെ നിലവാരത്തിൽ ഇറങ്ങിച്ചെല്ലും. ചിലരുടെ പ്രസംഗം ഹൈഫൈയാ, ചിലരുടെ ശുശ്രൂഷകൾ ഹൈഫൈയാ, ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. മനസ്സിലാകത്തോണ്ട് നമ്മൾ പറയുക ഭയങ്കര ശുശ്രൂഷയാണ്. അങ്ങനെയല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ സിമ്പിൾ ആൻഡ് പ്രൊഫൗണ്ട് ആയിട്ടുള്ള, വളരെ എത്രത്തോളം ഒരു കൊച്ചു കുഞ്ഞിനെ കേട്ടാൽ പോലും മനസ്സിലാകത്തക്ക രീതിയിൽ അവൻ ലാളിത്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുക. മറ്റുള്ളവർക്ക് മനസ്സിലാകണം, മറ്റുള്ളവർക്ക് ഇത് തിരിയണം, അവരുടെ അകത്ത് ഇത് ക്രിയ ചെയ്യണമെന്നുള്ള സ്തോത്രം ആത്മാർത്ഥതയോടുകൂടി ശുശ്രൂഷിക്കണം. ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ വലിയ ഹീറോയാണ്, ഞാൻ വലിയ അറിവുള്ളവനാണെന്ന് തെളിയിക്കാനല്ല ശുശ്രൂഷിക്കേണ്ടത്. ആ കേൾക്കുന്നവന്റെ ഹൃദയത്തിനകത്തളത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരങ്ങൾ കൊടുക്കണം. സ്തോത്രം. സംശയങ്ങൾക്ക് നിവാരണം വരിക്കണം, കൂടെ ഇരിക്കണം. സ്തോത്രം. അവരുടെ നില അംഗീകരിക്കുന്നതായി അവർക്ക് ബോധ്യപ്പെടണം. സ്തോത്രം. ചില കൾച്ചറുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ചിലരെ നമുക്ക് നേടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരുടെ കൾച്ചറുകളെ മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ പറ്റിയാൽ ആമേൻ, നമ്മൾ ധന്യരുള്ളവരാകട്ടോ. സ്തോത്രം. നമ്മൾ സംസാരിക്കുമ്പോൾ വേദപുസ്തകാടിസ്ഥാനത്തിൽ യേശുവിനെ കുറിച്ചും യേശു കർത്താവിന്റെ രക്ഷണീയ മാർഗത്തെ പറ്റി സംസാരിക്കുക. സ്തോത്രം. അങ്ങനെ അവർ വിശ്വസിക്കാൻ തയ്യാറായാൽ അവരെ സ്നാനപ്പെടുത്തുവാൻ തയ്യാറാകുക. ദൈവമക്കളെ അനുസരിക്കാൻ തയ്യാറായി അനുസരണത്താൽ അവൻ സ്റ്റെപ്പ് വെച്ച ഫിലിപ്പോസിനെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് ബലപ്പെടുത്തിയതുപോലെ നമുക്കും ഇറങ്ങിത്തിരിക്കാം, നമുക്കും സ്റ്റെപ്പ് ഔട്ട് ചെയ്യാം, നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു 2021 കൂട്ട സ്നാനം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷണ്ണനെ പോലെ ആമേൻ മന്ത്രിസ്ഥാനീയരായ അനേകരെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തെ എന്റെ ദൈവം നിറവേറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഫിലിപ്പോസിനെ ദൈവം ശക്തമായിട്ട് എടുത്തുപയോഗിച്ചു. ഹല്ലേലൂയ. ഷണ്ണനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോ അടുത്ത ട്രാൻസ്പോർട്ട് ബസ് വന്നിട്ട് നീ കയറിപ്പോക്കോളാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല. ഹല്ലേലൂയ. 32 കുതിരകളുടെ കാലുകളുടെ വേഗതയേക്കാൾ ഏലിയാവിനെ കുതിരകളുടെ മുമ്പിൽ പായിച്ച ദൈവശക്തി, ഏലിയാവിനെ കുതിരകളുടെ മുമ്പിൽ പായിച്ച ദൈവശക്തി. ഓ മൈ ഗാഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയി. The spirit of, amen. I'm so excited to preach that portion because I always enjoy that. അത് ഞാൻ കർത്താവിനെ ആനന്ദിച്ചിട്ടാണ് ഞാൻ ആ ഭാഗം വായിക്കുന്നത്. ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയി. The Holy Spirit carried Philip. യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നമ്മുടെ ആദിമ പിതാക്കന്മാർ കവിഞ്ഞൊഴുകുന്ന പുഴയുടെ വക്കിൽ നിന്ന് ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ ആത്മാവ് അവരെ എടുത്ത് ഇക്കരയ്ക്ക് നിർത്തിയ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഈ തലമുറയോട് പറഞ്ഞാൽ അവർക്ക് ആശ്ചര്യകരമായിരിക്കും. ഇപ്പോഴും പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കർത്താവിന്റെ കൈകൾ കുറുകിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. പിന്നെ അസ്തോദില തന്നെ കാണുന്നത്. സ്തോത്രം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെങ്കിൽ ദിവസങ്ങളെടുത്ത് യാത്ര ചെയ്യണം. അനേകം മൈലുകൾക്കപ്പുറമാണ് അസ്തോദ്. മൈലുകൾക്കപ്പുറം കർത്താവിന്റെ അഭിഷക്തനെ കൊണ്ടുചെല്ലുവാൻ പരിശുദ്ധാത്മാവിന് സെക്കൻഡുകൾ. ഇത് കെട്ടുകഥയല്ല കേട്ടോ, ഇത് കെട്ടുകഥയല്ല. ഞാൻ ആത്മാവിൽ പറയട്ടെ. അവൻ മൈലുകൾക്കപ്പുറം അവൻ യാത്ര ചെയ്യേണ്ട അഭിഷക്തൻ, മണിക്കൂറുകളെടുത്ത് യാത്ര ചെയ്യേണ്ട അഭിഷക്തനെ സെക്കൻഡുകൾക്കകം പരിശുദ്ധാത്മാവ് അവിടെ കൊണ്ടുവന്നു. യെസ് ലോർഡ്.
അതിൽ ഞാൻ കാണുന്നത് പരിശുദ്ധാത്മാവിന്റെ അർജൻസിയാണ്. ദൈവത്തിന്റെ അഭിഷക്തന്റെ സമയം വേസ്റ്റ് ചെയ്യാനില്ല. ഈസ് ഡൂയിങ് എ വണ്ടർഫുൾ മിനിസ്ട്രി. ഭയങ്കര ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2, ഐ ബിലീവ് ഇൻ ദ എബിലിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അളക്കാൻ പറ്റാത്ത കഴിവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യനെ ആമേൻ പട്ടം പറപ്പിക്കുന്ന പോലെ ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ ആമേൻ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് നിങ്ങളെ ആത്മമണ്ഡലത്തിൽ എടുത്തോണ്ട് പോകാൻ കർത്താവിന് സാധിക്കും. യേശുവിൻ നാമത്തിൽ. ഓ മൈ ഗാഡ്, ദാറ്റ് ഈസ് സംതിങ് സൂപ്പർ നാച്ചുറൽ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു താഴേക്കടയിലുള്ള ഒരു ശുശ്രൂഷയല്ല ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഓ റലമ ശാന്തര, ദി ഹോളി സ്പിരിറ്റ് ഈസ് ഗോയിങ് ടു ടെലിപോർട്ട് യു. നിങ്ങളെ ഒരു സ്ഥലത്തുനിന്ന് പൊക്കി ഹല്ലേലൂയ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ശുശ്രൂഷിപ്പിക്കാൻ പറ്റും ദൈവത്തിന്. Amen, amen, amen. Glorious presence. Hallelujah. സ്തോത്രം. ആമേൻ, ആമേൻ. സമയം നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ പോകുക. സമയം നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ പോകുക. സമയത്തിന്റെ ആമേൻ സമയമായി ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന ഒന്നിനും നമുക്ക് സമയം കിട്ടുന്നില്ല. യേശുവിന്റെ നാമത്തിൽ സമയത്തെ നിങ്ങൾ കീഴടക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനുവേണ്ടി ബലപ്പെടുത്താൻ പോകുക. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ, ഫിലിപ്പോസ് അവിടെ സുവിശേഷം അറിയിച്ചുകൊണ്ട് സഞ്ചരിച്ചു. സ്തോത്രം. യുവാവായ തിമത്തിയോസിനെ ആമേൻ പൗലോസ് ലീഹ കൊടുക്കുന്ന ഒരു ഉപദേശം ശ്രദ്ധിക്കണം കേട്ടോ. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. 2 Timothy chapter 4 verse 2. I want to tell you each and everyone, 30 കുടുംബങ്ങൾ സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം. ആമേൻ. സുവിശേഷകൻ എപ്പോഴും സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണമെന്ന് താൻ ഉപദേശിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ 2 തിമോത്തിയോസ് 4:5. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, ആമേൻ. ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഒരു കാര്യം പറയട്ടെ. ഫിലിപ്പോസിന്റെ കുടുംബത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫിലിപ്പോസിന്റെ കുടുംബജീവിതം ഒരു മാതൃകാപരമായ കുടുംബജീവിതമായിരുന്നു. എൻ്റെ ഭാര്യയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു കണ്ണുനീരൊഴുക്കുന്ന ഒരു കർത്താവിന്റെ ദാസിയായിരുന്നിരിക്കണം. പേര് പറഞ്ഞില്ലെങ്കിലും സ്വർഗത്തിൽ വെച്ച് നമുക്ക് കാണാം. അമ്മാമയോട് പറയണം, ആന്റി താങ്ക് യു ജീസസ്, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ തലമുറയിൽ വെളിപ്പെട്ട് വന്നു. 4 കുഞ്ഞുങ്ങൾ, 4 പെൺമക്കൾ ഉണ്ടായിരുന്നു. 4 പെൺമക്കൾ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ആ വീട്ടിൽ പൗലോസും കൂട്ടുകാരും വളരെ ദിവസം താമസിച്ചു. ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടാ, അവർ 4 പേരും ആമേൻ കന്യകമാരായിരുന്നു. ദാറ്റ് മീൻസ് അവർ ലോകത്തോട് സമരസപ്പെടാത്തവരായിരുന്നു. അവരെ പാപത്തിന് തൊടാൻ പറ്റിയിട്ടില്ല. അവർ വിശുദ്ധരായിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ആരെങ്കിലും കർത്താവിന് വേണ്ടി കന്യകമാരായിട്ട് നിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ അതിന് വിളിയുള്ളവരായിരിക്കണം. എല്ലാവരെയും ദൈവം അതിന് വിളിച്ചിട്ടില്ല. പക്ഷേ ഈ ഫിലിപ്പോസിന്റെ മക്കൾ 4 പേരെയും കർത്താവ് അങ്ങനെ ഒരു പദവിക്ക് വേണ്ടി വിളിച്ചപ്പോൾ അവർ അതിനുവേണ്ടി സമർപ്പിച്ചു. കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു ഉപദേശ രൂപേണ ആമേൻ കർത്താവിന്റെ ദാസൻ പൗലോസ് ലീഗ പറയുന്നുണ്ട്, ആരെങ്കിലും കന്യകമാരായി തുടരണമെങ്കിൽ നിങ്ങളുടെ അപ്പന്റെ കൂടെ നിങ്ങൾ താമസിക്കണം, അമ്മയുടെ കൂടെ താമസിക്കണം. അതാണ് ദൈവത്തിന്റെ വചനം അങ്ങനെയാ പറയുന്നത്. ദൈവത്തിന്റെ വചനമാ പറഞ്ഞത്. അതേപോലെ കന്യകമാരായിരുന്ന ഈ കുഞ്ഞുങ്ങൾ അവിടെ അപ്പന്റെ അമ്മയുടെ കൂടെ താമസിച്ചു. അപ്പന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു ആ വീട്ടില്. അവർ 4 പുത്രിമാർ, ആമേൻ സ്തോത്രം, അവർ പ്രവചിക്കുന്നവരായിരുന്നു. 4 പേരും പ്രവാചകരായിരുന്നു. ദൈവമക്കളെ, ആമേൻ, വളരെ ദൈവവേലക്കാരുടെ മക്കൾ പിൽക്കാലത്ത് വലിയ കുഴപ്പക്കാരായി തീരാറുണ്ട്. ഏലി പുരോഹിതന്റെ മക്കൾ, ലോത്തിന്റെ മക്കളൊക്കെ ആമേൻ ദൈവഭാഗത്തുനിന്ന് വിട്ടുപോയി. ഹല്ലേലൂയ. പക്ഷെ ഒരു പാരമ്പര്യവും പറയാനില്ലാത്ത ഹന്നയുടെ കുഞ്ഞിനെ കർത്താവ് ഉപയോഗിച്ചു. റീസൺ, കണ്ണുനീരിന്റെ സന്താനം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ആമേൻ. പക്ഷേ ഫിലിപ്പോസിന്റെ കുടുംബം എത്ര വലിയ മാതൃകയാ. നമ്മുടെ വീടുകളിൽ 4 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 4 പേരും 4 തട്ടിലാണ്. ഒരാൾക്ക് ആരാധിക്കുന്നതിന് ശബ്ദം കൂടിപ്പോയാൽ കുഴപ്പമാ. ഒരാൾ പറയും ശബ്ദത്തോടെ ആരാധിക്കണം. ചിലർക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ വിശ്വാസമില്ല. എന്നാൽ ഇന്നു രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്ക്. ഫിലിപ്പോസിന്റെ 4 മക്കളും പ്രവാചകരായിരുന്നെങ്കിൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള 2 കുഞ്ഞുങ്ങൾ അല്ല, 4 കുഞ്ഞുങ്ങൾ, 5 കുഞ്ഞുങ്ങൾ, എല്ലാവരും ഒരുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. Come on, in the name of Jesus,
ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, ഈ അന്ത്യകാലഘട്ടത്തിൽ അന്ത്യകാല ഉണർവിനായി ദൈവം ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ആത്മാവിൽ തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ആത്മമണ്ഡലത്തിൽ തോളോട് തോള് ചേർന്ന് പിടിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, കുന്നൊന്ന് കുന്നു രണ്ടെന്ന് പറഞ്ഞ് ആത്മാവിൽ ചിലതിനെ ആത്മമണ്ഡലത്തിൽ ആമേൻ ജയിച്ചു മുന്നേറുന്ന ഒരു സൈന്യമായി ആത്മാവിൽ എഴുന്നേൽക്കുമെന്ന് തലമുറകളെ നോക്കി പ്രവചിച്ച് ഞാൻ പറയുമ്പോൾ ആമേൻ പറയാൻ കരുത്തുള്ള മാതാപിതാക്കൾ എന്റെ ശബ്ദത്തിന് മുമ്പിൽ മുട്ടുമടക്കി ആമേൻ പറയട്ടെ. And I do believe that my children are going to be used for the mighty power of the Holy Spirit. Mighty ministry അവരിൽ വെളിപ്പെടാൻ പോകുക. They are going to be miracle workers. Hallelujah. Thank you Lord. ഫിലിപ്പോസിന്റെ 4 മക്കൾ, ഒരാള് നേഴ്സ്, ഒരാള് ഡോക്ടർ, ഒരാൾ എഞ്ചിനീയർ. നടന്നോട്ടെ, എല്ലാം കാര്യം ശരിയായിക്കോട്ടെ. പക്ഷെ 4 പേരും പ്രവാചകരായിരുന്നു. ആമേൻ. പ്രവചിക്കാൻ അവർക്ക് നാണക്കേടില്ലായിരുന്നു. സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ അവർക്ക് നാണക്കേടില്ലായിരുന്നു. ഉപവസിക്കാൻ അവർക്ക് നാണക്കേടില്ലായിരുന്നു. ഹല്ലേലൂയ. എത്ര വലിയ ടെസ്റ്റിമണി. അവരുടെ ജീവിതം മാതൃകാപരമായിരുന്നു. ആമേൻ. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ഫിലിപ്പോസിന്റെ കൈ കൊടുത്ത് പറയണം, ആമേൻ, കർത്താവിന്റെ ദാസനെ, നിങ്ങളുടെ മാതൃകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വലിയവരാക്കിയത്. ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകയോടെ ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നമ്മുടെ പ്രസംഗത്തെക്കാൾ നമ്മുടെ ജീവിതം അവരെ സ്വാധീനിക്കട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രസംഗത്തെക്കാൾ നമ്മുടെ ജീവിതം അവരെ സ്വാധീനിക്കട്ടെ. നമ്മുടെ പ്രസംഗം ആമേൻ നല്ലതാ, പക്ഷെ നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായി തീരട്ടെ. 4 സുവിശേഷങ്ങളുണ്ട്, എന്നാൽ എൻ്റെ ജീവിതം ഒരു സുവിശേഷമായി തീരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. അടുത്ത പോയിന്റും കൂടെ ഞാൻ പറയാം. അതിഥി സൽക്കാര പ്രിയനായ ഫിലിപ്പോസ്, ഇവിടെ എഴുതിയേക്ക, വളരെ നാൾ അവരവിടെ താമസിച്ചു. ഒത്തിരി ദിവസം ഈ അഭിഷക്തന്മാര് ഫിലിപ്പോസിന്റെ വീട്ടിൽ താമസിച്ചു. ദാറ്റ് മീൻസ് ആമേൻ. പൗലോസും കൂട്ടുകാരും യെരുശലേമിലേക്ക് പോകുന്ന വഴി കൈസരിൽ വന്ന് ഫിലിപ്പിന്റെ വീട്ടിൽ വളരെ ദിവസം പാർത്തു. ദൈവമക്കൾ, ആദിത്യ മര്യാദ പാലിക്കുന്നത് അനുഗ്രഹമാണ്. അറിയാതെ ദൈവദൂതന്മാരെ മാനിച്ച അബ്രഹാമിന്റെ ഭവനം, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ താമസിപ്പിക്കാൻ, അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാർക്ക് ആതിഥ്യമരുളുവാൻ കർത്താവ് നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാണ്, എല്ലാ ഹൃദയങ്ങളും ദൈവത്തിൽ ഏകാഗ്രമാക്കിയാട്ടെ. അടുത്ത കാണുന്ന വ്യക്തി അഗബോസ് എന്ന ഒരു പ്രവാചകനാണ്. അദ്ദേഹം യഹൂദയിൽ നിന്ന് വന്നു. ഈ മക്കളെ, നമ്മളോട് ദൈവത്തിനൊരു ദൂത് പറയണമെന്നുണ്ടെങ്കിൽ ദൈവം തക്ക സമയത്ത് ചിലരെ അയക്കും. നമ്മൾ ആരെയും തിരക്കി പോണ്ട വരുത്തില്ല. അഗബോസ് എന്ന പ്രവാചകൻ പൗലോസ്ലീഹ ഇരുന്ന സ്ഥലത്തേക്ക് ദൈവം അയച്ചു. ഹല്ലേലൂയ. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് അവന്റെ കയ്യിൽ കെട്ടി, കൈകാലുകളെ കെട്ടി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. അഗബോസ് ഷാർപ്പ് ഷൂട്ടറാണ്. അദ്ദേഹം ഇങ്ങോട്ട് കയറി വന്നിട്ട് പൗലോസും കൂട്ടുകാരെ ഇരിക്കുന്നിടത്ത് വന്ന് പൗലോസിന്റെ അരക്കച്ച അങ്ങോട്ട് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കൈയും കാലും കെട്ടിയിട്ട് പറഞ്ഞു, നിന്നെ ഞാനിപ്പോ ഇങ്ങനെ കെട്ടിയില്ലേ, അതുപോലെ യഹൂദന്മാര് നിന്നെ കെട്ടാൻ പോകുകയാണ്. ദൂത് കാണിച്ചു കൊടുക്കുക. അങ്ങനത്തെ പ്രവാചകന്മാർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അങ്ങനെ ഒരു ഇമ്പാർട്ടേഷൻ ഇന്ന് രാത്രി വെളിപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അഗബോസിനെ പോലെ പ്രവാചകന്മാർ. ഈ അപ്പോസ്തല പ്രവർത്തിയിലെ ഓരോ അധ്യായം നമ്മൾ കയറുമ്പോൾ 1-ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ടല്ല ദൈവം നമ്മളെ കയറ്റുന്നത്. 1-ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 5-ാമത്തെ സ്റ്റെപ്പിലോട്ട് ചാടിക്കയറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആത്മാവി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആത്മീക മണ്ഡലങ്ങൾക്ക് വ്യത്യാസം ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അഗബോസിനെ പോലെ ഒരു പ്രവാചകനായി യേശുവിൻ നാമത്തിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. പൗലോസ്ലീഹയോട് ദൂത് പറയാ, ഇതുപോലെ നിന്നെ കെട്ടാൻ അവിടെ ആൾക്കാർ ഇരിക്കുകയാണ്. സ്തോത്രം. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ
യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. എത്ര ആക്യുറേറ്റ് ദൂതായില്ലേ! കെട്ടുന്നത് യഹൂദന്മാരാ, പക്ഷേ കയ്യിൽ നിനക്ക് നേരെ വാളോങ്ങാൻ പോകുന്നത്, നിനക്കെതിരെ നിന്നെ ഉപദ്രവിക്കാൻ പോകുന്ന ജാതികളാ. വളരെ ഷാർപ്പായിട്ടുള്ള ദൂത് പറയുക. സ്തോത്രം. ഇത് കേട്ടാറെ യെരൂശലേമിലേക്ക് പോകരുതെന്നും ഞങ്ങൾ അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ധ്യാനിക്കണം. ഇതിനൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വാക്യമല്ല, ഇത് ഹൃദയത്തിനകത്ത് ഏറ്റെടുക്കാനുള്ള വാക്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, യെരൂശലേമിൽ എൻ്റെ രക്തം ചീന്തണ്ട വന്നാലും കർത്താവിന് വേണ്ടി മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അവനെ സമ്മതിപ്പിച്ചു കൂടായികയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതെ ഇരുന്നു. താങ്ക് യു ജീസസ്. അതാണ് അചഞ്ചലമായ ദൈവത്തിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. അതാണ് ഹല്ലേലൂയ. ദൃഢനിശ്ചയം, തകർക്കാൻ പറ്റാത്ത ദൃഢനിശ്ചയത്തിന്റെ ഉടമസ്ഥനായിരുന്നു പൗലോസ്ലീഹ. കണ്ണുകളെ അടക്കി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you all.